യെസ് മക്കളെ, ക്വസ്റ്റ്യൻ നമ്പർ 28. 28 3D ആണ് ക്വസ്റ്റ്യൻ. എ ലൈൻ പാസസ് ത്രൂ ദ പോയിന്റ് എ 4 - 6 - 2. ലൈൻ പാസസ് ത്രൂ ദ പോയിന്റ് എ 4 - 6 - 2 ആൻഡ് ബി ഈസ് എന്താണ്? 16 - 2, 4 ആണ്. അപ്പൊ ഇങ്ങനെ തന്നിട്ടുണ്ട്. ദ പോയിന്റ് PABC where ABC are non-negative integers lies on the line AB at a distance. അപ്പൊ എന്താണ്? P എന്ന് പറയുന്നത് ഈ ലൈനിന്റെ മുകളിലുള്ള ഒരു പോയിന്റ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ PABC ആണ്. ആ P എന്ന് പറയുന്നത് A എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് 21 യൂണിറ്റ് ഡിസ്റ്റൻസിലാണ് ഉള്ളത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്? ഈ ലൈനിന്റെ ഇക്വേഷൻ ആദ്യം എഴുതാം. 2 പോയിന്റ് ഫോം കൊടുക്കുകയാണെങ്കിൽ x - x1 ആണ്. അപ്പൊ x - 4/x2 - x1 12, y + 6 അല്ലെ, y + 6/y2 - y1 4, പിന്നെ z + 2/z2 - z1 6 ആണ്. അപ്പൊ ഈ 12, 4, 6 എന്ന് പറയുന്നത് ഡയറക്ഷൻ റേഷ്യോ ഓഫ് ലൈൻ ആണ്. അപ്പൊ ഡയറക്ഷൻ റേഷ്യോസ് പ്രപ്പോർഷനിലായതുകൊണ്ട് നമുക്ക് അതിനൊന്ന് ജസ്റ്റ് ഡിവൈഡ് ചെയ്തിടാം. എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 6 = എന്താവും? y + 6/2 = എന്താവും? z + 2/3 എന്ന് മാറും. ഇനി നമുക്ക് ജനറൽ പോയിന്റ് ഓൺ ദ ലൈൻ എടുത്തിട്ട് നമുക്ക് ആ P എന്ന് പറയുന്നത് ആ പോയിന്റ് ആയിട്ട് എടുത്താലോ? ജനറൽ പോയിന്റ് ഓൺ ദ ലൈൻ ഇതിന് ലാംഡ എന്ന് പറയും. അപ്പൊ എന്താണ്? x = എന്താ മക്കളെ? 6 λ + 4 ആണ്. y = എന്താ മക്കളെ? 2 λ - 6 ആണ് അല്ലെ. z എന്താ വരിക നോക്കിയേ? z = 3 λ - 2 ആണ്. അപ്പൊ ആ PABC എന്ന് പറയുന്ന പോയിന്റ് നമുക്ക് എന്തായിട്ട് എടുക്കാൻ നോക്കിയേ? 6 λ + 4, 2 λ - 6, 3 λ - 2 എന്നെടുത്താലോ? അപ്പൊ നമുക്ക് ഇങ്ങനെ വന്നു ABC എന്ന് പറയുന്ന പോയിന്റ്. ഇനി ആ AP എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എത്ര യൂണിറ്റ് ആണ്? 21 യൂണിറ്റ് അല്ലേ? അപ്പൊ നമുക്ക് ഡിസ്റ്റൻസ് ഫോർമുലയിൽ അപ്ലൈ ചെയ്താലോ? ഡിസ്റ്റൻസ് ഫോർമുലയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് വെച്ചാൽ 6 λ + 4 - 4, അപ്പൊ 6 λ സ്ക്വയർ ചെയ്തിടുക അല്ലെ. സ്ക്വയർ ചെയ്യുമ്പോൾ 36 λ സ്ക്വയർ അല്ലെ. x2 - x1 ഹോൾ സ്ക്വയർ 36 λ സ്ക്വയർ. 2 λ -6 + 6 എന്താവും? ക്യാൻസൽ ചെയ്ത് പോകും. അപ്പം 4 λ സ്ക്വയർ അല്ലെ. 4 λ സ്ക്വയർ പ്ലസ് 3 λ - 2 + 2, അപ്പൊ 9 λ സ്ക്വയർ. ആ ഡിസ്റ്റൻസ് ഫോർമുലയിൽ അപ്ലൈ ചെയ്തു. സ്ക്വയർ ചെയ്താൽ മതി. 21 സ്ക്വയർ ചെയ്തിട്ട് വെച്ചാൽ 441 വരും അല്ലെ. 36 + 4 49 49 λ സ്ക്വയർ = 441 ആണ്. അപ്പൊ λ = ±3 എന്ന് എഴുതട്ടെ. അപ്പൊ P എന്ന് പറയുന്ന പോയിന്റ് നോക്കൂ. 6 λ + 4. P എന്ന് പറയുന്ന പോയിന്റ് നോക്കിക്കോ. 6 λ + 4. അപ്പൊ P 6 ആണെങ്കിൽ λ 3 ആണെങ്കിൽ 6 λ 18 + 4 22, 2 λ അപ്പൊ 0. ലാംഡയ്ക്ക് 3 കൊടുത്തു കഴിഞ്ഞാൽ 2 × 3 6, 6 - 6 0, 9 9 - 2 7 വരും. അപ്പൊ P എന്ന് പറയുന്ന പോയിന്റ് ഇങ്ങനെ വന്നു. 21 ഡിസ്റ്റൻസ് ലാണ് A എന്നുള്ള ഡിസ്റ്റൻസ്. ദെൻ Q എന്ന് പറയുന്ന പോയിന്റ് ഏതാണ്? 4 - 12 3 ആണെന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ദെൻ വാട്ട് ഈസ് PQ? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ P ആൻഡ് Q. ഇനി ജസ്റ്റ് ഡിസ്റ്റൻസ് ഫോർമുല കൊടുക്കുക. PQ = 22 - 4 18, 18ന്റെ സ്ക്വയർ 324, മറ്റേത് 12 - 12ന്റെ സ്ക്വയർ 144, 7 - 3 എന്ന് പറയുന്നത് 4ന്റെ സ്ക്വയർ 16. ഓക്കെ, √484 ആണ്. ദാറ്റ് ഈസ് 22. കിട്ടിയില്ലേ മക്കളെ? ഓക്കെ അല്ലേ മക്കളെ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് 3D നിന്ന് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ. ഓക്കെ.